അമൃത് പദ്ധതിയുടെ ഭാഗമായി BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അനുവദിച്ച സൗജന്യ വാട്ടർ കണക്ഷനുകൾക്ക് ബിൽ ലഭിച്ചതും ചില ഗുണഭോക്താക്കളുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി പൊന്നാനി നഗരസഭയിൽ സംയുക്ത യോഗം ചേർന്നു. പൊന്നാനി നഗരസഭയുടെയും കേരള വാട്ടർ അതോറിറ്റിയുടെയും അമൃത് പദ്ധതിയുടെയും ഉദ്യോഗസ്ഥർ സംയുക്തമായി പങ്കെടുത്ത യോഗത്തിൽ പ്രതിമാസം സൗജന്യമായി അനുവദിച്ച 15,000 ലിറ്റർ വെള്ളത്തിന്റെ പരിധി കവിഞ്ഞ് ഉപയോഗിച്ചതിനും ജനുവരി മാസത്തിൽ ആവശ്യമായ അപേക്ഷ സമർപ്പിക്കാതിരുന്നതിനുമാണ് ബില്ല് വന്നതെന്ന് വിലയിരുത്തി. എന്നാൽ പദ്ധതിയുടെ നിബന്ധനകൾ ഗുണഭോക്താക്കളെ വ്യക്തമായി അറിയിക്കാത്തതും 5 മാസത്തിലധികമായുള്ള ബില്ലുകൾ ഒന്നിച്ചു നൽകിയതും നിലവിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് നഗരസഭയെ അറിയിച്ചു. ഈ വിഷയം കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൽ കൗൺസിലർമാർ ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുത്തുകയും ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. നഗരസഭാ ചെയർപേഴ്സൺ CV സുധയുടെ അധ്യക്ഷതയിൽ നഗരസഭാ കൗൺസിൽ ഹാളിലായിരുന്നു യോഗം. പ്രയാസപ്പെടുന്ന ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ അടിയന്തരമായി റീകോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നും യോഗത്തിൽ അറിയിച്ചു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ നേരെ വിപരീതമായിട്ട് നെഗറ്റീവായിട്ട് മാറി എന്നുള്ളതാണ് ഈ പദ്ധതി. ഇപ്പോൾ എത്രയോ നമ്മൾ BPL ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് ഡിസ്കണക്റ്റിൻ്റെ വക്കിലേക്ക് അവർ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നെട്ടോട്ട് നോക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഈ പദ്ധതി ആയിപ്പോയി എന്നുള്ളതാണ് വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥ. അമൃതിൻ്റെ കരാറെടുത്ത ആളുകൾ അത് കൃത്യമായി ഗുണഭോക്താക്കളെ അറിയിക്കാനും സാധിച്ചിട്ടില്ല. ഇപ്പോൾ അമൃത് മിഷൻ്റെ ഡയറക്ടർ ഒരു കത്ത് നഗരസഭയ്ക്ക് വന്നു. ഡിസ്കണക്റ്റിംഗ് കൂടണം. അങ്ങനെ ഡിസ്കണക്റ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെലവ് നഗരസഭയും ഗുണഭോക്താക്കളും വഹിക്കണം എന്നാണ്. ഒരു കാരണവശാലും നടക്കില്ല. അത് നിയമപരമായി പോകേണ്ടി വരും നഗരസഭയെ സംബന്ധിച്ച് കേന്ദ്ര വിഹിതത്തിൻ്റെ കൂടെ നഗരസഭയുടെ കൂടി വിഹിതം വെച്ചാണ് ഈ പദ്ധതി 21 കോടി രൂപ ചെലവാക്കി തീരദേശത്ത് നടത്തുന്നത്. വാട്ടർ അതോറിറ്റി പറയുന്നത് പബ്ലിക് ടാപ്പുകളൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. പബ്ലിക് ടാപ്പുകൾ സ്റ്റോപ്പ് ചെയ്യുകയും ഗുണഭോക്താക്കൾ ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ഡിസ്കണക്ട് ചെയ്താൽ കുടിവെള്ളം തീരദേശത്ത് നിശ്ചലമായി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടാം? ഇതിനു മുമ്പ് വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ യോഗം വിളിച്ചപ്പോൾ ഈ വിഷയം പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴും ആളുകൾക്ക് ബില്ല് വന്നുകൊണ്ടിരിക്കും. ബില്ല് തന്നെ വരുന്നത് ഒരു അശാസ്ത്രീയമായ രീതിയിലാണ്. ആ ആളുകളെ സംബന്ധിച്ച് സൗജന്യ കണക്ഷനാണ് എന്ന ധാരണയിൽ അവരിരുന്നപ്പോൾ ഇത് 15,000 ലിറ്റർ ആണ് ഇതിൽ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൻ്റെ മേലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ബില്ല് വരുമെന്നുള്ളത് അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു സംവിധാനം എന്ന രീതിയിൽ ഇപ്പൊ നഗരസഭ ഒരു ഗുണഭോക്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം അറിയിക്കുക എന്നതാണ് അതിന്റെ ഏറ്റവും വലുത്. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.